പ്രിയ കലാസ്നേഹിതരെ, നമ്മുടെ വീണ്ടെടുപ്പും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. IPC ബോംബെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മോവാബിൽ നിന്നും മസ്ഹിയിലേക്ക്, ഒരു മഹാ വീണ്ടെടുപ്പിന്റെ കഥ. കഥാരചന കാരംവേലിൽ സാബു, പശ്ചാത്തല സംഗീതം കുഴിക്കണ്ടത്തിൽ സജീവ് മകൻ ദാനിയേൽ, തബല ആൻഡ് സിംബൽ ഒഴുകയിൽ മത്തായി മകൻ റോബിൻ, ഗാനാലാപനം ടീച്ചർ ജാസ്മിൻ, ടീച്ചർ ക്രിസ്റ്റീന, ടീച്ചർ പ്രേസി ആൻഡ് ടീച്ചർ ലിഡിയ. കഥാവതരണം ഞാൻ. നിങ്ങളുടെ അനുവാദത്തോടു കൂടി കഥ ഇവിടെ തുടങ്ങട്ടെ. മോവാബിൽ നിന്നും മസ്ഹിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം. മുന്നോട്ടല്ല, പിന്നിലോട്ട്. ഏകദേശം 3000 വർഷങ്ങൾ പിന്നിലേക്ക്. കുന്നും മലകളും അതിരിട്ട ഗോതമ്പും യവവും വിളയുന്ന ഒലിവ് മരങ്ങളാലും അത്തിവൃക്ഷങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന മുന്തിരിവള്ളി വിളയുന്ന, അല്ല, പാലും തേനും ഒഴുകുന്ന ആ നല്ല നാട്ടിലേക്ക്. ഒന്ന് നോക്കൂ, എത്ര സുന്ദരമാണ് ആ ദേശം. ആടുമാടുകളുടെ മണിയൊച്ചകളാൽ മുഖരിതമായ വയലേലുകൾ, അസ്തമ സൂര്യന്റെ പൊൻപ്രഭയാൽ സ്വർണ്ണകിരണങ്ങൾ വീശുന്ന ആ പ്രകൃതിദത്തമായ നല്ല ദേശം. ബേത്ലഹേം എന്ന പട്ടണത്തിലേക്ക്. നല്ലൊരു ദേശം, ആ പടിഞ്ഞാറ് ഭാഗത്ത് കല്ലുകളാൽ നിർമ്മിതമായ ഒരു കൊച്ചു ഭവനം കാണുന്നില്ലേ? നവോമിയും ഭർത്താവും രണ്ട് മക്കളും അടങ്ങുന്ന ആ കൊച്ചു കുടുംബം. അയൽക്കാർ പറഞ്ഞു, അവൾ ഭാഗ്യവതിയാണ്. അധ്വാനിയായ ഭർത്താവ്, ഇടിതടി പോലെ ചിമ്മന്മാരായ 2 ആമ്പിള്ളേര്. അതെ, അവൾ ഭാഗ്യവതിയാണ്. എൻ ഭവനം ആ ഭാഗ്യം അധികം നാൾ നീണ്ടു നിന്നില്ല. ക്ഷാമം കൊണ്ട് ദേശം വലഞ്ഞു. ക്ഷാമം എന്ന് പറഞ്ഞാൽ ഒരു കപ്പ പോലും കിട്ടാത്ത ക്ഷാമം. വല്ലാത്ത നാളുകൾ. ഇതുപോലെയല്ല, ഒട്ടിയ വയറും കൊഴിഞ്ഞ കണ്ണുകളുമായി എത്ര നാൾ. ഒരു പിടി മാവ് കിട്ടിയിരുന്നെങ്കിൽ. നിവൃത്തിയില്ലാതെ അവർ മോവാബിലേക്ക് യാത്രയായി. ഭാഗ്യാന്വേഷികളായി അവർ അവിടെ ജീവിതം ആരംഭിച്ചു. മോവാബിൽ തന്റെ ആൺമക്കൾക്ക് തുണയായി മോവാബി പെൺകുടികളെ കൂട്ടിക്കൊണ്ടുവന്നു. വീണ്ടും സന്തോഷത്തിന്റെ നാളുകൾ. പക്ഷേ ആ സന്തോഷവും അധികം നാൾ നീണ്ടു നിന്നില്ല. എലീമലേക്കും 2 മക്കളും ഒന്നിനു പുറകെ ഒന്നായി ഇഹലോകവാസം വെടിഞ്ഞു. 3 വിധവകൾ. ജീവിതം ദുസ്സഹമായി. ദുഃഖത്തിന്റെ ഞാനോ നശിച്ചു. ഈ പെൺകുഞ്ഞുങ്ങൾ ആജീവനാന്തം ദുഃഖിക്കണമോ? നവമിയുടെ ചിന്തകൾ കാട് കയറി. ഇരുളണഞ്ഞ നാളുകൾ.
ദുഃഖത്തിന്റെ വേളയിൽ അവളുടെ ഉള്ളിൽ ഒരു തിരി തെളിഞ്ഞു. കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും. പരമരുണീശ പരമരുണീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. അവൾ മരുമക്കളെ ചേർത്ത് പിടിച്ചു. മക്കളെ, ഞാൻ എൻ്റെ നാട്ടിലേക്ക് ബേത്ലഹേമിലേക്ക് മടങ്ങുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോക്കുള്ളൂ. യഹോവയുടെ കരം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. മക്കളെ, ഭാരമായിരിക്കുന്നു. നിങ്ങൾ പോയിക്കോ. നവമി നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞു. നിങ്ങൾ പോയിക്കോ. വൈദ്യവി അനുഷ്ഠിച്ച് ജീവിതം കളയരുത് മക്കളെ, കളയരുത്. പിന്നെ അവിടെ ഒരു കൂട്ടക്കരച്ചിലായിരുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ഒരു അന്ത്യചുംബനമേകി ഓർപ്പ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് തന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. പോകുന്നേ ഞാൻ തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെന്നാലെന്നെ ചാരി വിട്ടേനോപ്പമുണർന്നിടാൻ. നീ അവളോടൊപ്പം പോയിക്കൊള്ളുക. ഇല്ല, ഞാൻ പോകുന്നില്ല അമ്മേ. രൂത്ത് തന്റെ തീരുമാനം ഉറച്ചു പറഞ്ഞു. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. കഷ്ടതയാകിലും വർഷങ്ങൾ വന്നാലും കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും ഇഷ്ടങ്ങൾ വിട്ടാലും തുഷ്ടിയായി ജീവിക്കും. ഇഷ്ടങ്ങൾ വിട്ടാലും തുഷ്ടിയായി ജീവിക്കും. തീരുമേ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗീയവേഗം. ഹല്ലേലൂയ. തീരുമേ ദുഃഖം വിലാപവും ചേരും ഞാൻ സ്വർഗ്ഗീയവേഗം. ഹല്ലേലൂയ. ആ തീരുമാനത്തിന് മുമ്പിൽ മറുവാക്ക് പറയാതെ നവമി കീഴടങ്ങി. രണ്ട് വിധവമാർ ബേത്ലഹേം ലക്ഷ്യമാക്കി അവർ നടന്നു നീങ്ങി. അപ്പത്തിന്റെ ആ കലവറയിൽ ക്ഷാമമൊക്കെ മാറി. വീതിക്കിരുപുറവും വിളഞ്ഞു കിടക്കുന്ന യവപ്പാടം. ആ നല്ല കാഴ്ച അവരുടെ കണ്ണിനെ കുളിരടിയിച്ചു. പൂത്ത പുഞ്ചപ്പാടം പൂത്തുലയുന്ന നേരം ഞങ്ങളുടെ നാഥ നന്ദിയോടെ നിന്നെ നന്ദിയോടെ നിന്നെ നന്ദിയോടെ നിന്നെ നന്ദിയോടെ നിന്നെ നന്ദിയോടെ നിന്നെ. നവമിയെ കണ്ട് ആ നാട് ഇളകി പറഞ്ഞു. അവർ സന്തോഷം പങ്കുവച്ചു. ആൾ താമസമില്ലാതെ കിടന്ന അവരുടെ ആ വീട്ടിൽ, ആ പഴയ വീട്ടിൽ നിറകണ്ണുകളോടെ അവർ കയറി. ഞാൻ നിറഞ്ഞവളായി പോയി, പൊഴിഞ്ഞവളായി ഇതാ കടന്നു വരുന്നു. അമ്മേ! ആ വിളിയിൽ നവമി ചിന്തയിൽ നിന്ന് മറന്നു. ആഹാരത്തിന് വേണ്ടി എന്ത് ചെയ്യും അമ്മേ? ഞാൻ കാലുപെറുക്കാൻ പോയിക്കോട്ടെ അമ്മേ. നവമിയുടെ സമ്മതം തേടി അവൾ കാലുപെറുക്കുവാൻ ഇറങ്ങി. കൊയ്ത്തുകാരന് പിന്നാലെ നിലത്ത് വീണ് കിടക്കുന്ന ഏവക്കതിരുകൾ പെറുക്കിയെടുക്കുന്ന അന്യ നാട്ടുകാരെ പറ്റി ബോവസ് ചോദിച്ചറിയും. അവൻ രൂത്തിനോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ ബാല്യക്കാരത്തികൾക്കൊപ്പം നടന്ന് കാല പെറുക്കിയെടുത്തുകൊള്ളുക. ഇനി വേറെ വയലിലൊന്നും പോകണ്ട. ദാഹജലം അവരുടെ പാത്രത്തിൽ നിന്ന് കുടിച്ചുകൊള്ളുക. നിന്നെ കാണും മുമ്പ് തന്നെ നിന്റെ നല്ല പ്രവൃത്തി ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ. അവൾ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. കേവലം
ഒരു അന്യദേശത്തുകാരിയായിരുന്ന എന്നോട് അങ്ങേക്ക് കൃപ തോന്നിയല്ലോ, കൃപ തോന്നിയല്ലോ. നിറഞ്ഞ കണ്ണുകളോടെ തൊഴുകൈകളോടെ അവൾ നന്ദി പറഞ്ഞു. ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ നല്ല വയൽ പ്രദേശം വന്നു ചേർന്നിടുവാൻ, നല്ല വയൽ പ്രദേശം വന്നു ചേർന്നിടുവാൻ. വിദൂരമോവാവിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. വിദൂരമോവാവിൽ നിന്നു വേർതിരിച്ചെന്നെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഭാഗ്യവശാൽ ബോവസിന്റെ ഭാഗ്യവശാൽ ബോവസിന്റെ. അതുവരെ പെരുക്കിയ യവക്കതിരുകൾ മെതിച്ച് കതിർമണികളുമായി അവൾ അമ്മായിയമ്മയുടെ അടുത്തെത്തി. വെയിൽ കൊണ്ട് വാടിത്തളർന്ന രൂത്തിനോട് അമ്മായിയമ്മ എവിടെ പെറുക്കാൻ പോയിരുന്ന ആടി എന്ന് ആക്രോശിച്ചില്ല. അവൾ സ്നേഹത്തോടെ ചേർത്തിരുത്തി കാര്യങ്ങൾ ആരാഞ്ഞു. ആ മഹാധനികൻ ചാർച്ചക്കാരൻ തന്നെ, ഇനി ആ വയലിൽ തന്നെ പോയാൽ മതി മകളെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മകളെ രൂത്തേ, നിനക്കൊരു വിശ്രാമ സ്ഥാനം ആവശ്യമാണ്. ബോസ് നമ്മുടെ ചാർച്ചക്കാരനാകുന്നു, നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാണ്. അതിനാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് അവന്റെ മെതിക്കളത്തിൽ ചെന്ന് അവന്റെ കാലിലെ പുതപ്പ് നീക്കി അവിടെ കിടന്നുകൊള്ളുക. അവളുടെ അമ്മായിമ്മ പറഞ്ഞതുപോലെ പൂർണ്ണമായി അനുസരിച്ചു. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. കൃപാകടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടെ നിന്നെ. മഴങ്ങുകില്ലേ നീ വിടുന്നിനി ഞാൻ, മഴങ്ങുകില്ലേ നീ വിടുന്നിനി ഞാൻ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഒഴുകാതിരുന്ന. ആ താളത്തെ വിളവിൽ സന്തുഷ്ടനായ ബോസ് കൂമ്പാരക്കൂട്ടത്തിനരികെ കിടന്നുറങ്ങിയായിരുന്നു. തന്റെ കാൽക്കൽ കിടക്കുന്ന ആ യുവതിയെ കണ്ട് അമ്പരന്നു. അവന്റെ കണ്ണുകൾ ചുവന്നു. ആരാണ് നീ? എന്റെ ഇവിടെ വന്നു? യജമാനനെ, ഞാൻ അവിടുത്തെ ദാസി രൂത്ത്, അങ്ങ് എന്റെ വീണ്ടെടുപ്പുകാരൻ. ദയവായി ആ പുതപ്പ് എന്റെ മേലിടണമേ. ഇസ്രായേൽ സംസ്കാരത്തിൽ പുതപ്പിടുന്നത് വിവാഹബന്ധത്തെയും സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്ന പ്രിയമുള്ളവരെ. മകളെ, നീ ഭാഗ്യവതി. പുലർച്ചെ ആ ആളറിയും മുമ്പ് നീ എഴുന്നേറ്റ് പോയിക്കൊള്ളുക. നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം. പിറ്റേന്ന് അധികാലത്ത് വാഗ്ദത്തത്തിന്റെ അടയാളമായി ബോസ് അളന്നു കൊടുത്ത 6 ഇടങ്ങഴി ഏവുമായി നിറഞ്ഞ പ്രത്യാശയോടെ അവൾ തന്റെ സ്വന്തം ഭവനത്തിലെത്തി കാത്തിരുന്നു. വീണ്ടെടുപ്പിൻ വില കൊടുപ്പാൻ നീ മാത്രമല്ല, താരുണ്യേശ്വരേ, എൻ വീണ്ടെടുപ്പിൻ വില കൊടുപ്പാൻ നീ മാത്രമല്ല, താരുണ്യേശ്വരേ. അന്ന് കാലത്ത് തന്നെ ബോസ് പട്ടണവാതിക്കൽ ഒരാളെ കാത്തിരുന്നു. വേറെ ആരെയുമല്ല, തന്നെക്കാൾ അടുത്ത വീണ്ടെടുപ്പുകാരനായ ഒരുത്തനെ. അയാളെ കണ്ടതും ബോസ് അവനോട്, എടോ ഇവിടെ ഇരിക്കെ. ശേഷം പട്ടണത്തിലെ 10 മൂപ്പന്മാരെയും വിളിച്ചു വരുത്തി. മോവാബിൽ നിന്ന് മടങ്ങി വന്ന നവോമി നിന്റെ സഹോദരൻ എലീമേലെക്കിനുള്ള വയൽ ഉല്ലിക്കുന്ന വിവരം
നിന്നെ അറിയിപ്പാനാണ് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. അത് വാങ്ങാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ 4 പേരുടെ മധ്യേ കാര്യം പറഞ്ഞ് അതങ്ങ് സമ്മതിച്ചോണം. ഓസിന് കിട്ടിയ ആസിഡ് കുടിക്കുന്ന പുള്ളിയാ. വിലക്കുറവിൽ കിട്ടുമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ചാടി വീണ് പറഞ്ഞു, ഞാൻ തയ്യാർ. അവൻ ചാടി വീണു. എടോ, മരിച്ചവന്റെ അവകാശം നിലനിർത്താൻ വയലിനോടൊപ്പം അവന്റെ പെണ്ണിനെയും കൂടെ വാങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആ പാവം ഞെട്ടി വറച്ചു. കാരണം എന്താ? സന്ധ്യക്ക് വീട്ടിൽ ചെന്ന് കയറണ്ടേ? ഒന്നിനെ കൊണ്ട് മടുത്തിരിക്കുക. അപ്പോഴാ അടുത്തത്. വേണ്ടെന്നേ, വേണ്ട. ഉള്ള അവകാശം കൂടി നഷ്ടമാക്കി ഒന്നിനെ കൂടെ പൊറിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. ഒന്ന് പോവടുന്ന്, നീ അങ്ങ് എടുത്തോ ബോസേ എന്ന് പറഞ്ഞ് അവൻ ചെരുപ്പൂരി രാവിലെ വിളിച്ച് വേണ്ടാത്ത പൊല്ലാപ്പൊക്കെ പറഞ്ഞ് തന്റെ തലയിൽ കയറ്റി വെക്കാൻ തുടങ്ങിയതിന് ഒന്ന് കൊടുക്കാനാണോ അവൻ ചെരുപ്പൂരിയത്? അല്ലെന്നേ, വീണ്ടെടുപ്പും കൈമാറ്റവും ഉറപ്പിക്കാൻ ഇസ്രായേലിൽ ചെയ്യുന്ന ഒരു പതിവാണിത്. അവൻ ചെരുപ്പൂരി ബോസിന് കൊടുത്തു. ബോസ് മൂപ്പന്മാരുടെ സാന്നിധ്യത്തിൽ കാര്യം ഉറപ്പിച്ചു. ബോസാകുന്ന ഞാൻ എലിമലേക്കിനും മെഹ്ലോനും കില്യോനും ഉള്ളതൊക്കെയും നവോമയോട് വാങ്ങിയിരിക്കുന്നു. മാത്രമല്ല മരിച്ചവന്റെ പേർ പട്ടണവാതിക്കൽ നിന്ന് മാഞ്ഞു പോകാതിരിപ്പാൻ അവന്റെ പേർ അവന്റെ അവകാശത്തിന്മേൽ നിലനിർത്താൻ മെഹ്ലോന്റെ ഭാര്യ മോവാബി യുവതിയെ രൂത്തിനെ എന്റെ ഭാര്യയെ വാങ്ങുന്നു. ഇന്ന് നിങ്ങൾ ഇതിന് സാക്ഷികൾ. സാക്ഷി നിൽക്കും സർഗസ്ഥലി ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. സ്വർഗസ്ഥലി ദമ്പതികൾ ആശീർവാദം ഏകിടട്ടെ. ഈ കരാർ ഉറപ്പിച്ച് വാഴ്ത്തി അനുഗ്രഹിപ്പാൻ സകല ജനവും മൂപ്പന്മാരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ സാക്ഷികൾ. ബോസാകുന്നതിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന യുവതിയെ യഹോവ റാഹേലിനെയും ലേയെയും പോലെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. നിന്റെ സന്തതി ഫേരസൻ ഗ്രഹം പോലെ അനുഗ്രഹമായി തീരട്ടെ. വാഴ്ത്തുവിൻ പരം ആകാശം ഭൂമി നിർമ്മിച്ച ദേവതേ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവതേ, സിയോനിൽ നിന്നെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവതേ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവതേ, സിയോനിൽ നിന്നെ വാഴ്ത്തട്ടെ. ഇസ്രായേൽ ജനതയോട് അന്യമായി ദിവസത്തിൽ നിൽപ്പാൻ ഒരു യോഗ്യതമില്ലായിരുന്ന ആ മോവാബ് യുവതി വാഗ്ദത്തത്തിന് അവകാശിയായി. ഒപ്പം രക്ഷകന്റെ വെള്ളിമ എന്ന ആ വലിയ പദവിയിൽ എത്തുവാനിടയായി. പ്രിയരെ, ഈ ലോകത്ത് കഷ്ടമുണ്ട്. ഒരു കാലത്ത് വെളിമ്പറമ്പൻ എറിയപ്പെട്ടവരും കാട്ടരുവിൻ ശാഖയുമായിരുന്ന നമ്മെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാക്കി മാറ്റി. കുഞ്ഞാടിന്റെ കല്യാണ മഹാമഹത്തിൽ തന്റെ കാന്തിയുമായി നമ്മെ ചേർപ്പാൻ അവൻ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം, നന്ദി കരയറ്റാം. ആ നല്ല സുദിനത്തിനായി അവളോടെ കാത്തിരിക്കാം. നിറഞ്ഞ പ്രത്യാശയോടെ, തികഞ്ഞ ധൈര്യത്തോടെ, വിശുദ്ധി അലങ്കാരപ്പെടുമ ധരിച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം.
വിശുദ്ധിயின் അലങ്കാര പുടവ ധരിച്ചുകൊണ്ട് മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധിயின் അലങ്കാര പുടവ ധരിച്ചുകൊണ്ട് മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. അതെ, ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കഥ ഇവിടെ പരിപൂർണമാകുകയാണ്. മോവാബിൽ നിന്നും മസ്ഹിയിലേക്ക് രൂത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ കഥാരചന ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങൾക്ക് ഈ അവസരം തന്ന സൺഡേ സ്കൂളിനോടും സൺഡേ സ്കൂൾ പ്രസിഡന്റിനോടും സൺഡേ സ്കൂൾ പ്രിൻസിപ്പലിനോടും ബാക്കി സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടും സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനോടും കൂടാതെ IPC ബോംബെ കുടുംബത്തിനോടും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.